ഉടനെ തിരിച്ചു പോവല്ലോ അല്ലേ? പിന്നെ ഞങ്ങളുണ്ട്. എന്താ? പീതാംബരൻ എന്ന് പറയുന്ന ആളിന്റെ വീട്. പീതാംബരനോ? ആ, ഗോവയിലായിരുന്നു. 2 ദിവസം മുമ്പ് നാട്ടിലെത്തി. പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയതുകൊണ്ട്. ഓ, പീതാംബരന്റെ ആ, ഗോവയില് ബേക്കറി നടത്തുന്ന പീതാംബരന്റെ വീട്ടിലേക്ക് കുറെ നടക്കണമല്ലോ അല്ലേട്ടാ? അതെ. എവിടുന്ന് വരെ? ഇവിടുന്ന് ഒരു 5 ഫർലാങ്. അത് പഴയത്, ഇത് പുതിയത്. ഇത് നേരെ 2 കിലോമീറ്റർ പടിഞ്ഞാറ് ചെല്ലുമ്പോ ഒരു കവലയിലെത്തും. ആ തെക്കോട്ടും വടക്കോട്ടും 2 വഴി. തെക്കോട്ട് പോയാൽ തെറ്റി, വടക്കോട്ടില്ലേ. നേരെ ചെല്ലുമ്പോ അമ്പലം. അമ്പലത്തിൽ അവിടുന്ന് കിഴക്കോട്ടും പടിഞ്ഞാട്ടും. കിഴക്കോട്ട് പോരുത്, പടിഞ്ഞാട്ട് ചെല്ലുമ്പോ സ്കൂള്. സ്കൂളിന്റെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ആടെയും ചോദിച്ചാൽ മതി. അയ്യോ, ഒത്തിരി നടക്കണല്ലോ. ആ, പീതാംബരനെ കാണാൻ ഒരുപാട് നടക്കണം. കവല ചെന്നിട്ട് എളുപ്പമാ. കവല ചെന്നിട്ട് നേരെ വടക്കോട്ട്. വടക്കോട്ട് ചെല്ലുമ്പോ അമ്പലം. കിഴക്കോട്ടും പടിഞ്ഞാട്ടും. പടിഞ്ഞാട്ട് ചെല്ലുമ്പോ സ്കൂള്. അതെ. പീതാംബരന്റെ ഒരു ചേട്ടനുണ്ടല്ലോ, അയാളുടെ മോളാ. ഓഹോ. ചുറ്റട്ടെ. കവലയിൽ എത്തുമ്പോ തന്നെ നേരെ ഇരുട്ടും. അതിന്റെ ക്യാരറ്റെങ്കിലും ചോദിച്ചു കളഞ്ഞാലോ? ഇല്ല, കവലയിൽ എത്തുമ്പോ വരെ ചോദിക്കില്ല. വഴി തിരിച്ചാണോ പറഞ്ഞു കൊടുത്തത്? പീതാംബരന്റെ വഴി പൊതുവെ തെറ്റാ, അതുകൊണ്ടാ. നോൺസെൻസ്. ആ പെട്ടിയും എടുത്തോണ്ട് കിടന്ന് അവർ തളരും. തമാശ കളിക്കാൻ കണ്ട ഒരാള്. ആ സ്ത്രീ വിഷമിച്ചോണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? ലാഭം പീതാംബരൻ. അതെ അതെ. ഹേയ്, നിൽക്കൂ. അങ്ങോട്ടല്ല. അവന്മാരെ വഴിതിരിച്ച് പറഞ്ഞതാ. എന്തിന്? തമാശക്കാണത്രേ. ശരിക്കുള്ള വഴി എനിക്കും അറിയില്ല. നടന്ന് ക്ഷീണിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഓടി വന്നതാണേ. താങ്ക്സ്. ഇതിലിപ്പോ താങ്ക്സ് പറയാൻ എന്തിരിക്കുന്നു? നടക്കാം. ആരോടെങ്കിലും ചോദിക്കാമല്ലോ. ഞാൻ സൂട്ട് കേസ് എടുക്കാം. നോ താങ്ക്സ്. പിന്നെയും താങ്ക്സ് വന്നു. ഞാനൊരു ആൺകുട്ടിയാണല്ലോ, ഇതെടുത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വേണ്ട, ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ എടുത്തോളാന്നേ. ഹലോ, പീതാംബരന്റെ വീട്ടിലോട്ടുള്ള വഴി കേട്ടാ? പീതാംബരന്റെ വീട്ടിലോട്ടുള്ള വഴി കേട്ടാ? പീതാംബരന്റെ വീട്ടിലോട്ടുള്ള വഴി കേട്ടാ? അല്ല, ഇതിലൂടെ തീവണ്ടി പോവോന്ന്. ആ, ഗോവയിൽ ബേക്കറി നടത്തിയിരുന്ന പീതാംബരൻ എന്ന് പറയുന്ന ആളുടെ വീട് പടിഞ്ഞാട്ട് പോയി തെക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട്. പടിഞ്ഞാട്ടും തെക്കോട്ടും പറയണ്ട. നേരെയാണോ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്ന് പറഞ്ഞാൽ മതി. ഇവിടേക്ക് ആദ്യമായിട്ടാണോ? കുട്ടിക്കാലത്ത് വന്നിരുന്നു. അന്ന് ചെറിയച്ഛന്റെ വീട് ബോജറ്റിയുടെ അടുത്ത് തന്നെയായിരുന്നു. എന്താ പേര്? ബിജു. ഊട്ടിയിൽ പഠിക്കുക. അച്ഛന്റെ തറവാടും മറ്റും ഇവിടെയാ. വെക്കേഷൻ വരും. കൃഷിയും മറ്റും പഠിക്കണമെന്നാ അച്ഛൻ പറയുന്നത്. വെക്കേഷൻ കഴിഞ്ഞ വീണ്ടും ഊട്ടി അല്ലേ? അതെ. വെറുതെയുള്ള വിസിറ്റാണോ? എനിക്ക് ഇവിടുത്തെ ബാങ്കിൽ ജോലി കിട്ടി. ചെറിയച്ഛനെ വിവരം അറിയിക്കുമ്പോഴേക്കും ജോയിൻ ചെയ്യാൻ വയ്യും.
പെട്ടെന്നാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയത്. എന്റെ പേര് ചോദിച്ചില്ല. സോറി. വിനോദിനി, വിനുന്ന് വീട്ടിൽ വിളിക്കും. വീടെത്തി. ഓക്കെ, ഞാൻ പോകുന്നു. അത് പറ്റില്ല.